ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. എല്ലാവരോടും സുഖമാണോ എന്ന് ചോദിക്കുന്നില്ല. മാർക്കറ്റിൻ്റെ കറക്ഷനും കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. ഈ സമയത്ത് ഇൻവെസ്റ്റേഴ്സ് ശരിക്കും പാനിക് ആകേണ്ടതുണ്ടോ? നോർമലി ഒരു 70% ഇൻവെസ്റ്റേഴ്സും ഈ സമയത്ത് പാനിക് ആയിരിക്കും. പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വന്ന ഇൻവെസ്റ്റേഴ്സാണ് അങ്ങനെ പാനിക് ആകുന്നത്. ഒരു 30% ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൻ്റെ എല്ലാ കറക്ഷനെയും അത് എന്ത് കാരണങ്ങൾ കൊണ്ടായാലും അതിനെ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു കറക്ഷനെ നമ്മൾ അങ്ങനെ കാണേണ്ടതുണ്ടോ? ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലിയർ പിക്ചർ എല്ലാവർക്കും ലഭിക്കും. ചിലപ്പോൾ അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം പുതിയ ഇൻവെസ്റ്റേഴ്സ്, പുതിയതെന്ന് വെച്ചാൽ ലാസ്റ്റ് 2 വർഷത്തിനുള്ളിൽ മാർക്കറ്റിൽ വന്ന ഇൻവെസ്റ്റേഴ്സ് പാനിക് ആവുന്നത്. അറിവ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാർക്കറ്റിലെ കുറച്ച് സത്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ അറിവ് നമുക്ക് താനേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഒരു അവസരമാണോ അതോ എല്ലാം വിറ്റിട്ട് ഓടേണ്ട സമയമാണോ എന്ന്. നിഫ്റ്റിയിൽ ഈ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന കറക്ഷൻസാണ് എല്ലാവർക്കും ഇപ്പോൾ ഒരു പ്രശ്നം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിഫ്റ്റിയുടെ ഹൈയിൽ നിന്ന് 10% കറക്ഷൻ എന്നത് എല്ലായ്പ്പോഴും സംഭവിക്കുന്ന ഒരു സിനാരിയോ ആണ്. നോർമലി ഒരു ബുൾ മാർക്കറ്റിലാണ് ഇങ്ങനെ സംഭവിക്കുക. ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ അവിടുന്ന് ഒരു കറക്ഷൻ വരും. ഇത് 5% ആവാം, 10% ആവാം. അവിടുന്ന് പിന്നീട് മാർക്കറ്റ് ഷാർപ്പായിട്ട് മുകളിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മാർക്കറ്റിൽ മിക്ക വർഷങ്ങളിലുമായിട്ട് വന്നിട്ടുള്ള കറക്ഷൻസാണ്. ഇപ്പോൾ 1994-95 പീരീഡിൽ മാർക്കറ്റിൽ 31% കറക്ഷൻ വന്നിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലാണ് ഞാൻ പറഞ്ഞത്, നിഫ്റ്റിയിലാണ്. എക്കണോമിക് സ്ലോ ഡൗൺ കാരണമാണ് ഈ ഒരു കറക്ഷൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം ഇപ്പോഴത്തെ കറക്ഷൻ ഇത്രയൊന്നുമില്ല. 2024-25 മാർക്കറ്റിൽ മാക്സിമം പോയിരിക്കുന്ന ലോ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 15% ആണ്. അവിടുന്ന് വീണ്ടും മാർക്കറ്റ് അതിൻ്റെ ഹൈയിലേക്ക് പോവുകയുണ്ടായി. അവിടെ നിന്നാണ് അടുത്ത ഈ കറക്ഷൻ, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കറക്ഷൻ വന്നിരിക്കുന്നത്. ഇനി 1998 ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം 26% മാർക്കറ്റ് ഡൗൺ ആയത്. 2000 മുതൽ 2003 വരെ .com ബബിൾ ബേസ്റ്റ് കാരണം 50 മുതൽ 60% വരെയാണ് മാർക്കറ്റ് കറക്റ്റായത്. ഇനിയിപ്പോൾ 2008-2009 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം 54% മാർക്കറ്റ് ഡൗൺ ആയത്. 2011 യൂറോസോൺ ഡെപ്റ്റ് ക്രൈസിസ് കാരണം 22% മാർക്കറ്റ് ഡൗൺ ആയത്. 2015-16 ചൈന സ്ലോ ഡൗണും കമോഡിറ്റി ക്രാഷും കാരണം 17 മുതൽ 20% വരെ മാർക്കറ്റ് ക്രാഷായി. 2018 NBFC ക്രൈസിസ് കാരണം 13% മാർക്കറ്റ് ക്രാഷായി. 2020 കോവിഡ് ക്രാഷ് കാരണം COVID-19 ക്രാഷ് കാരണം 38% മാർക്കറ്റ് ഡൗൺ ആയി. 2022 ഗ്ലോബൽ ഇൻഫ്ലേഷനും റേറ്റ് ഹൈക്കും കാരണം 18% മാർക്കറ്റ് കറക്റ്റായി. 2024-25 അപ്പോൾ ഈ റീസെൻ്റ് വന്നിരിക്കുന്ന കറക്ഷൻ്റെ തുടക്കം അതാണ്. FII സെല്ലിങ്ങും ഹൈ വാല്യുവേഷനും കാരണം 10 മുതൽ 15% വരെ മാർക്കറ്റ് കറക്റ്റായി. ഞാൻ നേരത്തെ പറഞ്ഞ 15% ഓർക്കുമല്ലോ. അപ്പോൾ ഇത്രയും കറക്റ്റായതിനു ശേഷം മാർക്കറ്റ് അതിൻ്റെ ഹൈയിലേക്ക് റിക്കവറി ചെയ്യുകയുണ്ടായി. അതിന് ശേഷം വരുന്ന കറക്ഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഇതിനു മുമ്പ് ഒരുപാട് വട്ടം മാർക്കറ്റ് ക്രാഷ് വന്നിട്ടുണ്ട്, അവിടുന്ന് ഫാസ്റ്റായിട്ട് റിക്കവറി ചെയ്തിട്ടുമുണ്ട്. അതായത് മാർക്കറ്റിൽ കറക്ഷൻ വരിക എന്നുള്ളത് ഒരു സാധാരണ കാര്യമാണ്. ഇപ്പോൾ ലാസ്റ്റൊക്കെ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് ഈ കറക്ഷൻ കണ്ടു പരിചയമില്ല, അതുകൊണ്ടാണ് അവർ പാനിക്കാകുന്നത്. 10-15 വർഷമായിട്ടുള്ള ആളുകൾക്ക് മാർക്കറ്റിൽ ഈ കറക്ഷൻ വന്നിട്ടുള്ള കണ്ട് പരിചയമുണ്ട്. ഞാൻ തന്നെ മാർക്കറ്റിലേക്ക് വന്നിട്ട് 15 വർഷമായി. ഇതിനകത്ത് എത്രയോ ക്രാഷ് കണ്ടിരിക്കുന്നു. അവിടുന്ന് റിക്കവറി ആകുന്നതും വളരെ അത്ഭുതത്തോടു കൂടി നോക്കിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഇത് ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നീട് ഇത് ശീലമായപ്പോൾ ഇവിടെ പലയിടത്തും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികൾ കണ്ടു. ആ ഓപ്പർച്യൂണിറ്റികൾ കാര്യമായിട്ട് പ്രയോജനപ്പെടുത്തുന്ന ഇൻവെസ്റ്റേഴ്സാണ്, അവരെയാണ് ശരിക്കും ഇൻവെസ്റ്റേഴ്സ് എന്ന് വിളിക്കാൻ പറ്റുക. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ക്രാഷ് ഉണ്ടായപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോകെ പോകെ അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞു തരാം. ഇനി ഹിസ്റ്റോറിക്കലി ഉണ്ടാകുന്ന കറക്ഷൻസിൻ്റെ പാറ്റേൺസ് നമുക്കൊന്ന് നോക്കാം. 5 മുതൽ 10% വരെയുള്ള കറക്ഷൻസിനെ സ്മോൾ കറക്ഷൻസ് എന്നാണ് പറയുന്നത്, ചെറുത്. എല്ലാ വർഷവും ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടേ, ഇങ്ങനെ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്ന അവസരങ്ങളിൽ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള തുക മ്യൂച്വൽ ഫണ്ടാണ്, ലിക്വിഡ് ഫണ്ടിൽ സേവ് ചെയ്യുന്നത് വളരെ സൂപ്പറായിട്ടുള്ള ഐഡിയ ആണ്. അത് FD കൊണ്ടിട്ടാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ പറ്റില്ല. അതേസമയം ലിക്വിഡ് ഫണ്ട് അല്ലെങ്കിൽ വേറെ ഡെറ്റ് ഫണ്ടായാലും മതി, ലിക്വിഡാണ് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഫണ്ട്. അതുകൊണ്ട് ഈ ലിക്വിഡ് ഫണ്ടിൽ കുറച്ച് ക്യാഷ് സൂക്ഷിക്കുന്നത് വളരെ വളരെ
അത്യാവശ്യമാണ് മാർക്കറ്റിലുള്ള ആളുകൾ. അത് കീ പോയിൻ്റാണ്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ മനസ്സിലാവും. എനിവേ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്. 10 മുതൽ 20% വരെ കറക്ഷൻസ് എല്ലാ 2 മുതൽ 3 വർഷം കൂടുമ്പോഴും സംഭവിക്കും. ഓർക്കുന്നുണ്ടോ? 2020 കോവിഡ് ക്രാഷ്, അവിടുന്ന് മാർക്കറ്റ് എത്ര നാളാണ് പറന്നത്? 2022 അല്ലേ? 2 വർഷം 2022 അവിടുന്ന് ഒരു ക്രാഷ്. അപ്പോൾ ഈ 10 മുതൽ 20% വരെയുള്ള കറക്ഷൻ്റെ അകത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇത് എല്ലാ 2 മുതൽ 3 വർഷം കൂടുമ്പോഴും ഈ ഒരു ക്രൈസിസ് ഓൺ ആൻ ആവറേജ് സംഭവിക്കുന്നുണ്ട്. ഗ്ലോബൽ ക്രൈസിസ് വരുമ്പോഴാണ്, ലോകത്തിന് മൊത്തം ഒരു പ്രശ്നം വരുമ്പോഴാണ് ഈ 30% മുകളിലുള്ള കറക്ഷൻസ് സംഭവിക്കുക. ഏതൊക്കെ കറക്ഷൻ വന്നാലും നിഫ്റ്റി പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുക തന്നെ ചെയ്യും. കറക്ഷൻസിനെ കഴിഞ്ഞും ഭയങ്കര സ്പീഡിലായിരിക്കും റിക്കവറി. കറക്ഷൻസ് വരുമ്പോൾ വിറ്റ് മാറുന്ന ഇൻവെസ്റ്റേഴ്സിന് ഒരിക്കലും ഒരു ലോങ് ടൈം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ കറക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു, വിറ്റ് മാറി, പിന്നെ ഇത് തിരിച്ച് കയറുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം എവിടെയാണ് ബോട്ടം അറിയത്തില്ല, അത് ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ, നിഫ്റ്റി ഓരോ പുതിയ ലോയിലേക്ക് പോകുമ്പോഴും ഒന്നെങ്കിൽ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് വാങ്ങാം, അല്ലെങ്കിൽ നല്ല മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങാം, അല്ലെങ്കിൽ നിഫ്റ്റി 50 ETF വാങ്ങാം. നമുക്ക് ഏകദേശം ഉറപ്പുള്ള, അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ തിരിച്ച് മുകളിലേക്ക് പോകും എന്ന് ഉറപ്പുള്ള ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇവിടെ നടത്താം. ഒരു കാരണവശാലും മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ SIP സ്റ്റോപ്പ് ചെയ്യരുത്. എൻ്റെ ക്ലയൻസിൽ തന്നെ 1-2 പേര് SIP ക്യാൻസൽ ചെയ്ത് ഞാൻ കണ്ടു. കാരണം നിങ്ങൾ ക്യാൻസൽ ചെയ്യുകയും കാര്യങ്ങളും ചെയ്യുമ്പോൾ എനിക്കിവിടെ മെയിൽ വരും. പക്ഷേ ഞാൻ പേഴ്സണലി പോയിട്ട് ആരോടും പറയില്ല നിങ്ങൾ ക്യാൻസൽ ചെയ്യരുതെന്ന്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവാം. നിങ്ങളുടെ ക്യാഷാണ്, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. അതിനുള്ള ബട്ടൺ ആപ്ലിക്കേഷനിൽ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും അത് ചെയ്യാം. പക്ഷേ മാർക്കറ്റ് താഴേക്ക് പോവുകയാണ് എന്ന് കരുതി പാനിക്കായിട്ട് ഒരു കാരണവശാലും SIP ക്യാൻസൽ ചെയ്യരുത്. മറിച്ച് എന്താണ് ചെയ്യുക? കണ്ടിന്യൂ, SIP കണ്ടിന്യൂ. കാരണം മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഈ താഴത്തെ NAVയിൽ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കണം. നാളെ അരി മേടിക്കാനുള്ള ക്യാഷ് ഒരു കാരണവശാലും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. മറിച്ച് എങ്ങനെയുള്ള ക്യാഷാണ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഒരു 3 വർഷമൊക്കെ മതി കേട്ടോ, കുഴപ്പമില്ല. ഒരു 3 മുതൽ 5 വർഷം വരെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ക്യാഷാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഓർക്കുക. അല്ലാത്തവർക്കാണ് ഈ ഒരു പ്രശ്നവും പാനിക്ക് ആകുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. 3 മുതൽ 5 വർഷം വരെ ആവശ്യമില്ലാത്ത ക്യാഷാണെങ്കിൽ 3 വർഷത്തിൻ്റെ ഒന്നും മുകളിൽ മിക്ക ഒന്നും തന്നെ നിന്നിട്ടില്ല. അതിനൊക്കെ മുമ്പേ തന്നെ മാർക്കറ്റ് റിക്കവറി ചെയ്ത് പോയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി കൂടി നോക്കാം. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടുള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എന്ന് പറയുന്നത് ലോങ് ടൈമിലേക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ക്യാഷാണ്. അതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിൽ. ഇനിയിപ്പോൾ അടുത്ത 6 മാസത്തേക്ക് ആവശ്യമില്ലാത്ത പൈസ എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം? ഞാൻ ഈ പറഞ്ഞ ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അടുത്ത 1 മാസത്തേക്ക് ആവശ്യമില്ലാത്ത പൈസ പോലും നിങ്ങൾക്ക് ഈ ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഡെറ്റ് ഫണ്ടുകൾ 10-16 തരമുണ്ട്. ഒരു 2 വർഷത്തിനുള്ളിൽ ആവശ്യമുള്ള പൈസയാണ് ഡെറ്റ് ഫണ്ടിലെ പല കാറ്റഗറികൾ നോക്കി അത് ഇൻവെസ്റ്റ് ചെയ്യാം. 2008 ക്രാഷ് നോക്കൂ, 54% മാർക്കറ്റ് ക്രാഷായത്. അതായത് നിഫ്റ്റി 2500 വരെ പോയി. ഇവിടെ നിന്ന് മാർക്കറ്റ് 26,000 മുകളിലും പോയി. അതായത് ഒരു ഹെൽത്തി മാർക്കറ്റിൽ കറക്ഷൻസ് നോർമലാണ്, അത് അത്യാവശ്യവുമാണ്. ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ഈ കറക്ഷൻസ് ഒക്കെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. മിക്ക വർഷത്തിലും ഡബിൾ ഡിജിറ്റ് കറക്ഷൻസ് നമ്മുടെ മാർക്കറ്റ് വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. 10% അതിന് മുകളിലോ ഉള്ള കറക്ഷൻസ് ഓൺ ആൻ ആവറേജ് ഒരു 14% ഡ്രോപ്പാണ് വരുന്നത്. അതായത് 14% മുകളിലേക്കും, മുകളിൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 18% വരെയും 10% മുകളിലുള്ള കറക്ഷൻസാണ് കേട്ടോ വരുന്നത്. അത് 10 to 18%. അതിൻ്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത് 14%. അപ്പോൾ ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന കറക്ഷൻ നമ്മൾ കണ്ട് 15%. 5% മുതൽ 10% വരെയുള്ള കറക്ഷന് മൈനർ പുൾ ബാക്ക് എന്നാണ് പറയുക. അതായത് മാർക്കറ്റ് കുറച്ച് താഴേക്ക് വരുന്നു. ഇപ്പോൾ ഇങ്ങനെയായിരിക്കും മാർക്കറ്റ് പോകുക, അവിടെ നിന്ന് കുറച്ച് താഴേക്ക് വരുന്നു, പിന്നെ തിരിച്ച് കയറുന്നു. അപ്പോൾ ഇതിന് പറയുക പുൾ ബാക്ക് എന്നാണ്, ചെറിയ പുൾ ബാക്ക്. 10 മുതൽ 15% വരെയുള്ള കറക്ഷനാണ് നോർമൽ കറക്ഷൻ. സോ 2024-25 ഈ ഒരു കറക്ഷൻ നമ്മൾ കണ്ടു. അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് കയറിപ്പോയി. ആ മുകളിൽ നിന്ന് ഇപ്പോൾ നിൽക്കുന്നത് ഈ 10% കറക്ഷനിലല്ല. 10% എത്തിയിട്ടില്ല. എത്തുമോ എന്ന് നമുക്കറിയില്ല. 5%, 10%-ത്തിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ 24 സെപ്റ്റംബർ മുതൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 18 മാസമായി. ഇതിനുള്ളിൽ പുതിയ ഹൈ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇനി 15% മുതൽ 25% വരെയുള്ള കറക്ഷന് ഡീപ്പ് കറക്ഷൻ എന്നാണ് പറയുക. 20%-ന് മുകളിലുള്ള കറക്ഷൻ, അതിന് പറയുന്ന പേരാണ് ബിയർ മാർക്കറ്റ്.
അതായത് 20% മുതൽ അതിൻ്റെ മുകളിലേക്ക് അപ്രോക്സിമേറ്റ് 40% വരെയൊക്കെയുള്ള കറക്ഷൻ പറയുന്ന പേരാണ് ബിയർ മാർക്കറ്റ് എന്നുള്ളത്. ഈ ബിയർ മാർക്കറ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തിട്ടില്ല ഇതുവരെ. ഇനി ചെയ്യാനുള്ള സാധ്യതയുമില്ല. കാരണം കഴിഞ്ഞ 18 മാസമായിട്ട് നിഫ്റ്റി പുതിയ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. 50-100 പോയിൻറ്റിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഹൈക്ക് മുകളിൽ ഒരു ദിവസം നിൽക്കുന്നയോ അല്ലെങ്കിൽ ജസ്റ്റ് ഹൈക്ക് മുകളിൽ പോയതോ അതൊന്നും പുതിയ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതായിട്ട് പറയാൻ പറ്റില്ല. സസ്റ്റെയിൻ ചെയ്തിട്ടുള്ള പുതിയ ഹൈ ഈ 18 മാസമായിട്ട് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടില്ല. വലിയ ഒരു കറക്ഷൻ്റെ ആവറേജ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് തന്നെ 12 to 18 മാസമാണ്. അപ്പോൾ ഏകദേശം ഒരു വലിയ കറക്ഷൻ്റെ എൻഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ അപ്രോക്സിമേറ്റ്ലി 14% കറക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ താഴ്ച എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ കോമൺ ആണ്. നിഫ്റ്റിയുടെ മൊത്തം കറക്ഷനും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് ഡ്യൂറേഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മുതൽ 3 മാസമാണ്. 70 ദിവസം മുതൽ 94 ദിവസമൊക്കെയാണ് സാധാരണഗതിയിൽ നിൽക്കുന്ന കറക്ഷൻസ്. പക്ഷേ മാസങ്ങളോളം നിൽക്കുന്ന കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ 2 to 3 months എന്ന് പറയുന്നത്. ചില സ്റ്റഡികൾ 2 മുതൽ 2.5 മാസവും ചില സ്റ്റഡികൾ 3 മാസവുമാണ് നിഫ്റ്റിയുടെ ഒരു ആവറേജ് കറക്ഷൻ പീരീഡായിട്ട് പറയുന്നത്. ഇനി നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. 5 മുതൽ 10% വരെയുള്ള കറക്ഷൻ ഒരു മൈനർ പുൾ ബാക്ക് ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിന് സ്മോൾ ഡിപ്പ് എന്നും പറയും. ഇത് നോർമലി നീണ്ടു നിൽക്കുന്നത് 2 മുതൽ 4 ആഴ്ച വരെയാണ്, അതായത് മാക്സിമം ഒരു മാസം. ഇനിയിപ്പോൾ 10 മുതൽ 15% വരെയുള്ള കറക്ഷൻ നോർമലാണ് എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫേസിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിൽക്കുന്നത് 2 മുതൽ 3 മാസം വരെയാണ്. ഇനി ഡീപ്പ് കറക്ഷൻ എന്ന് പറയുന്നത് 15 മുതൽ 25% വരെയുള്ള കറക്ഷനാണ്. ഇത് 3 മുതൽ 6 മാസം വരെ നിലനിൽക്കും. ബിയർ മാർക്കറ്റ് എന്ന് പറയുന്നത് 20% മുകളിലുള്ള കറക്ഷനാണ്. പക്ഷേ ആ കറക്ഷനിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഇത് 8 മുതൽ 12 മാസം വരെയാണ് നീണ്ടു നിൽക്കുക. 12 മാസത്തിന് മുകളിലേക്കും പോകാം, ചിലപ്പോൾ അത് 18 മാസം വരെ പോകാം. അത് വളരെ റെയർ കേസാണ്. അതായത് നമ്മളിപ്പോൾ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യാതെ ആയിട്ട് 18 മാസമായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി അധിക നാളൊന്നും ഈ ഒരു കറക്ഷൻ നിലനിൽക്കില്ല എന്ന്. പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും പ്രീവിയസ് ഹൈയിലേക്ക് പല വട്ടം ഇതിൻ്റെ ഇടയ്ക്ക് പോവുകയുണ്ടായി. 2-3 വട്ടം പോവുകയുണ്ടായി. ഇനി മാർക്കറ്റിൽ കറക്ഷൻസിൻ്റെ ഹിസ്റ്ററി എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അത് റിക്കവറി ചെയ്യാനെടുത്ത സമയം കൂടി ഒന്ന് കണ്ടു കളയാം. സാധാരണഗതിയിൽ ഒരു കറക്ഷൻ വരുമ്പോൾ ഏകദേശം 1 വർഷം കൊണ്ട് മാർക്കറ്റ് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം അത് സംഭവിച്ചിട്ടില്ല കേട്ടോ. കഴിഞ്ഞ വർഷം മാർക്കറ്റ് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഈ യുദ്ധവും ഇതെല്ലാം കാരണം വീണ്ടും അത് താഴേക്ക് പോവുകയാണ് ഉണ്ടായത്. മാർക്കറ്റ് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പല വട്ടം കഴിഞ്ഞ വർഷം ശ്രമിച്ചെങ്കിലും മാർക്കറ്റ് അതിൽ വിജയിച്ചില്ല. അത് ഒരു പക്ഷേ നമുക്കിപ്പോൾ തരുന്ന ഒരു അവസരമായിട്ട് വേണം കാണാനായിട്ട്. ഇപ്പോൾ 2020 കോവിഡ് ക്രാഷ് 38% മാർക്കറ്റ് ഫാളായിരിക്കുന്നത്. 7 മാസം കൊണ്ട് മാർക്കറ്റ് റിക്കവറി നടത്തി. ഇനി 2008 ക്രൈസിസ് 54% മാർക്കറ്റ് ഫാളായത്. റിക്കവറി ചെയ്യാനായിട്ട് 2 to 3 years എടുത്തു. 2 to 3 years. മാർക്കറ്റിൽ കൂടുതൽ സമയവും കറക്ഷൻ ആണോ അതോ റൈസിംഗ് ആണോ, അതായത് മുകളിലേക്ക് പോവുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത് റൈസിങ്ങിനാണ് ദാൻ ഫാളിങ്. കറക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുള്ളൂ. ഞാൻ പറഞ്ഞു പല കറക്ഷൻസും സ്മോൾ കറക്ഷൻസ് അങ്ങനെയൊക്കെ ഉള്ളത് മിക്ക വർഷവും സംഭവിക്കുന്നതാണെങ്കിലും 12 മാസം ഉണ്ടെങ്കിൽ ഈ കറക്ഷൻസ് 2 മാസം അല്ലെങ്കിൽ 3 മാസം അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ബാക്കി 7 മാസം 8 മാസമൊക്കെ മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കും. പക്ഷേ എല്ലാ കേസിലും മാർക്കറ്റ് കറക്ഷൻസ് SIPക്ക് വളരെ നല്ലതാണ്. ലോങ് ടൈം ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. അതായത് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും വളരെ വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ഇവിടെ നിന്ന് 1000 പോയിൻറ്റ് ഇടിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനിയും ഒരു ബൈ നടത്തും. അതായത് SIP സ്റ്റിൽ റണ്ണിങ് ആണ്. അതിൽ ഒരു തരത്തിലുള്ള കുറവും വരുത്തില്ല. മറിച്ച് SIP കൂട്ടാൻ പറ്റുവാണെങ്കിലോ ടോപ്പപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിലോ അത് വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ് വെൽത്ത് ക്രിയേഷന്. അത്യാവശ്യം നല്ല ലെവലിൽ SIP പോകുന്നുള്ളത് കൊണ്ട് ഞാൻ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് ഈ അടുത്തുണ്ടായ കറക്ഷനിലെല്ലാം നടത്തി, അത് ഇന്നും നടത്തി, ഇനിയും മാർക്കറ്റ് താഴേക്ക് വേണമെങ്കിൽ ഇനിയും നടത്തും. ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് പോകണമെന്നാണ് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ അധികം കാലമൊന്നും നമുക്ക് ഈ കറക്ഷൻസ് കാണാനായിട്ട് സാധിക്കില്ല. സാധിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്കേ കാണാറുള്ളൂ അല്ലേ. അപ്പോൾ ആ കാണുന്ന സമയത്ത് അത് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ വർഷത്തെ ഇപ്പോൾ 2024-25 കറക്ഷനിൽ മാർക്കറ്റ് ഏറ്റവും താഴെ പോയ സമയം എപ്പോഴാണ് ഓർക്കുന്നുണ്ടോ? 22,000 താഴെയാണ് മാർക്കറ്റ് പോയത്. നിഫ്റ്റിയുടെ ചാർട്ട് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. 21,850 അങ്ങനെ കണ്ട് അത് ഒരു ദിവസം കണ്ട് എന്നുള്ളതെന്ന് തോന്നുന്നു. എനിവേ 22,000 തൊട്ട് താഴെ 22,000 കൂട്ടിയാൽ മതി, അവിടെയാണ് മാർക്കറ്റ് പോയത്. പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോയത് അല്ലെങ്കിൽ മുകളിൽ നിന്നത് എവിടെയാണ്?
ഓർക്കുന്നുണ്ടോ? 26,300 ഹൈ, 26,277 കണ്ടാണ് മാർക്കറ്റ് ഹൈ. അത് ഒരു ദിവസം അതൊക്കെ ബ്രേക്ക് ചെയ്ത് പോവുകയും ചെയ്തു. അത് നമുക്ക് റഫ്ലി 26,000 കൂട്ടാം. ഈ 18 മാസവും 2024 ടു ഇപ്പോൾ 2026 22,000-അടുത്താണോ മാർക്കറ്റ് കൂടുതൽ സമയം നിന്നത്? 26,000-അടുത്താണോ മാർക്കറ്റ് കൂടുതൽ സമയം നിന്നത്? ഉത്തരം അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത്. 22,000 അന്ന് ഒരു പ്രാവശ്യം കണ്ട് പോയിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. അതായത് വൺ ടൈം മാത്രമാണ് ഇവിടെ എത്തിയത്. ഈ 26,000 മുകളിൽ എത്ര പ്രാവശ്യം മാർക്കറ്റ് എത്തി? ചാർട്ട് ചെക്ക് ചെയ്താൽ ക്ലിയറായിട്ട് അറിയാൻ പറ്റും. ഇനിയിപ്പോൾ 26,300 മുകളിലും അവിടെയും ഒക്കെ പോയി കുറേ നാൾ അവിടെ നിന്നിട്ട് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചത് മാർക്കറ്റ് ഈ ഹൈയുടെ അടുത്താണ്. ചിലപ്പോൾ ഈ ഹൈയുടെ അതിനെ കഴിഞ്ഞ് ഒരു 500 പോയിൻ്റ് താഴെ, 400 പോയിൻ്റ് താഴെ, 300 പോയിൻ്റ് താഴെ, അങ്ങനെ ഈ ലോയിൻ്റെ അടുത്ത് മാർക്കറ്റിനെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. അന്ന് കണ്ടതാണ്, പിന്നെ കണ്ടിട്ടേ ഇല്ല. എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കണ്ടേ? മാർക്കറ്റ് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ക്രൈസിസ് കാരണം അത് നടക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ഇപ്പോൾ വിറ്റ് പോയിട്ടുള്ള FIIs ഈ വർഷം പലവട്ടം വാങ്ങിയത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഫെബ്രുവരി വാങ്ങിയിട്ടുണ്ട്, മാർച്ചിലെ ഞാൻ ഓർക്കുന്നില്ല, ഫെബ്രുവരി അവസാനമോ അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ അങ്ങനെ കുറേ സമയത്ത് ഇവർ വാങ്ങിയിട്ടുണ്ട്. FIIs വിറ്റ് പോയതാണ് ഈ ലാസ്റ്റ് ഉണ്ടായ കറക്ഷന് കാരണം. പിന്നെ ഹൈ വാല്യുവേഷനും അത് നമുക്കറിയാലോ. ഈ വിറ്റ് പോയവന്മാർ തിരിച്ചു വരാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോഴൊക്കെ ഇന്നും ചിലപ്പോൾ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ അവർ വിൽക്കുമായിരിക്കാം. കാരണം അവർക്ക് പേടിയുണ്ട്, ഈ യുദ്ധം എത്ര നാൾ നീണ്ടു നിൽക്കും, എന്തൊക്കെ സംഭവിക്കും അതറിയില്ല, അതുകൊണ്ട് അവർ വിറ്റ് പോകുന്നു. എനിവേ, ഈ യുദ്ധം എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അമേരിക്കനെ ഇപ്പം ഗൾഫ് കൺട്രീസ്, UAE ഒക്കെ എല്ലാവരും ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യുദ്ധം നിർത്താൻ പറഞ്ഞു. റഷ്യയും പറഞ്ഞു, ചൈനയും പറഞ്ഞു. അവസാനം ട്രംപ് പറഞ്ഞു നെതന്യാഹു തീരുമാനിക്കും, എപ്പോൾ യുദ്ധം നിർത്തണമെന്ന് നെതന്യാഹു തീരുമാനിക്കുമെന്ന് പറയുന്നു. പക്ഷേ അമേരിക്ക ഒന്ന് പുറകോട്ട് പോയാൽ നെതന്യാഹു പുറകോട്ട് പോകും. 14 തവണയാണ് ഈ യുദ്ധത്തിന് മുമ്പ്, ഇതിനു മുമ്പ് ഒരു ഇസ്രായേൽ യുദ്ധം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് 14 തവണയാണ് നെതന്യാഹു ട്രംപിനെ കാണാൻ വേണ്ടിയിട്ട് വൈറ്റ് ഹൗസിലേക്ക് പോയത്. അതായത് ഇസ്രായേലിന് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അമേരിക്കയുടെ സപ്പോർട്ട് ആവശ്യമാണ്. എന്നാൽ അമേരിക്കയുടെ സഖ്യകക്ഷികൾ ആരും ഈ യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. സഖ്യകക്ഷികളെ പിണക്കിയിട്ട് അമേരിക്കയ്ക്ക് ഒരുപാട് കാലം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. നിർബന്ധമായിട്ടും ഇതിനിടയ്ക്ക് ഒരു ചർച്ചയുണ്ടാവുകയും ഒരു സീസ് ഫയർ വരികയും ചെയ്യും. അതെല്ലാ യുദ്ധത്തിലും നമുക്ക് കാണുന്നതാണ്. കാരണം റഷ്യയുടെ ക്രൂഡ് ഓയിൽ വിൽക്കാൻ പറ്റുന്നില്ല. ഈ യുദ്ധത്തിനോട് ഇന്ത്യ ഒട്ടും സപ്പോർട്ടല്ല. കാരണം റഷ്യ തന്നെ അവരുടെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഒരു ന്യൂസിൽ ഞാൻ കണ്ടത് 4 മുതൽ 5% $5 വരെ ഉയർത്തിയെന്നാണ്. വേറെ ഒരു ന്യൂസിൽ 10 മുതൽ $15 വരെ ഉയർത്തിയെന്നാണ്. അതായത് റഷ്യ നമുക്ക് ക്രൂഡ് ഓയിൽ തന്നുകൊണ്ടിരുന്നത് ഡിസ്കൗണ്ട് പ്രൈസിലാണ്. ഈ ഒരു അവസരത്തിൽ ക്രൂഡ് ഓയിൽ കിട്ടാനില്ല. അമേരിക്ക പറഞ്ഞു റഷ്യയുടെ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ മേടിച്ചോ, ചൈനയോടും പറഞ്ഞു നിങ്ങൾ മേടിച്ചോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മളെ പിണക്കാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇവിടെ ഈ പറയുന്ന ഓയിലും കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ എല്ലാ ഫീൽഡിലും പ്രതിസന്ധി ഉണ്ടാവും, പണപ്പെരുപ്പം ഭയങ്കരമായിട്ട് ഉയരും. അതുകൊണ്ട് അമേരിക്ക പറഞ്ഞു റഷ്യ എൻ്റെ കൂടെ ക്രൂഡ് ഓയിൽ മേടിച്ചു. പണ്ട് പുള്ളിക്ക് കണ്ടുകൂടായിരുന്നു, ട്രംപിന് കണ്ടുകൂടായിരുന്നു റഷ്യയുടെ ക്രൂഡ് ഓയിൽ. ഇപ്പോൾ പറഞ്ഞു മേടിച്ചു. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് വരാൻ തുടങ്ങി. ഗ്രാജുവലി ഈ ഒരു സംഭവം സീസ് ഫയറിലേക്ക് എത്തും. ആ സമയത്തായിരിക്കും നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ മാത്രമല്ല ഗ്ലോബലി മാർക്കറ്റ് മുകളിലേക്ക് പറക്കാൻ തുടങ്ങുക. ഞാൻ വിചാരിക്കുന്നത് അതിന് അധികം താമസമൊന്നും ഇല്ല എന്നുള്ളതാണ്. ഈ ഓയിലിൻ്റെ ഈ ഷോർട്ടേജും കാര്യങ്ങളുമായിട്ട് എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും? ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് 2 മാസത്തേക്കുള്ള ഓയിൽ ഇന്ത്യയുടെ കയ്യിലുണ്ട് എന്നാണ്. പാകിസ്ഥാനിൽ ഓൾറെഡി വില കൂട്ടി. പാകിസ്ഥാനും അമേരിക്കയും കൂട്ടുകാരാണ്. 55 രൂപ വെച്ചിട്ട് പെട്രോളും ഡീസലിനും കൂട്ടി എന്നുള്ള ന്യൂസ് കണ്ടു. ബംഗ്ലാദേശിൽ റേഷൻ കണക്കിലാണ് ഓയിൽ സപ്ലൈ ചെയ്യുന്നത്. അതായത് ഒരു വാഹനത്തിന്, കാറിനാണെങ്കിൽ ഇത്ര ലിറ്റർ അടിക്കൂ. അങ്ങനെ ലോകത്തിൻ്റെ പല സ്ഥലത്തും പ്രതിസന്ധി ഉണ്ടാകാൻ തുടങ്ങി. ഗൾഫ് രാജ്യങ്ങൾ പ്രൊഡക്ഷൻ കുറച്ചു എന്നുള്ള ന്യൂസ് വരുന്നുണ്ട്. കാരണം വിൽക്കാൻ പറ്റുന്നില്ല, കപ്പലിൽ പോകേണ്ടത്. യുവമാരുടെ മിസൈൽ മേടിച്ചിട്ട് കപ്പൽ വിടാൻ പറ്റുമോ? ക്രൂഡ് ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യവും പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഈ ഇറാന് ഗൾഫ് കൺട്രീസിനെ, അതായത് അമേരിക്കയുടെ സഖ്യകക്ഷിയാണല്ലോ, അപ്പോൾ ഈ ഗൾഫ് കൺട്രീസിനെ ഇറാന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ രാജ്യങ്ങൾ അമേരിക്കനെ സീസ് ഫയറിന് ഫോഴ്സ് ചെയ്യണം. അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിവേ, യുദ്ധം ആർക്കും നല്ലതിനല്ല. പിന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വേറെ ഹിഡൻ അജണ്ടയുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ വേറെ ഒരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഡേറ്റ നോക്കാം. ഈ പേജിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഡേറ്റയുണ്ട്. ഇപ്പോൾ 2000 മുതൽ 2001 വരെ .com ക്രാഷ് വന്നല്ലോ. 1800-ലായിരുന്നു നിഫ്റ്റി. ഇപ്പോൾ എത്രയിലാണ് നിഫ്റ്റി നിൽക്കുന്നത്? 24,000 അല്ലേ? അന്ന് 1800-ലായിരുന്നു. അത് താഴ്ന്നത് 850-ലേക്കാണ്. 52% കറക്ഷൻ, പകുതിയായി.
എത്ര നാളാണ് ഈ കറക്ഷൻ നീണ്ടു നിന്നത്? 12 മുതൽ 18 മാസം വരെ. നമ്മളും ഏകദേശം ഇത്രയൊക്കെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഹിസ്റ്റോറിക്കലി ഉള്ള വലിയ കറക്ഷൻസിൻ്റെ ആ ടൈമിൽ ഈ കറക്ഷനും എത്തിയെന്ന് വേണം പറയാനായിട്ട്. പക്ഷേ ഈ പറയുന്ന 52% വീണില്ല, മറിച്ച് 15% വരെയാണ് വീണത്. ഇപ്പോൾ മാർക്കറ്റ് കൂടുതൽ സ്ട്രോങ് ആണ്, അന്നത്തെ പോലെയല്ല, ഭയങ്കര സ്ട്രോങ് ആണ്. മാർക്കറ്റ് താഴേക്ക് വീഴാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ 2008 മുതൽ 2009 വരെയുള്ള ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസിൽ 54% കറക്ഷൻ ഉണ്ടായെങ്കിലും ആ കറക്ഷൻ നീണ്ടു നിന്ന് 6 മാസമാണ്. അതായത് 6 മാസത്തിന് ശേഷം മാർക്കറ്റ് ഉയരാൻ തുടങ്ങി. സോ ഓപ്പർച്യൂണിറ്റീസ് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ 54% എന്ന് പറഞ്ഞല്ലോ, 10% ഇടിയുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, 20% ഇടിയുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, 30% ഇടിയുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ആളുകളും ആ സമയത്ത് SIP ക്യാൻസൽ ചെയ്യാതെ കൺസിസ്റ്റൻ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്കും പിന്നീട് ഭയങ്കരമായിട്ട് പ്രോഫിറ്റാണ് ഉണ്ടാക്കാൻ സാധിച്ചത്. അതായത് ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു. അവസാനം ഇൻവെസ്റ്റ് ചെയ്ത ഒരു സംഭവം ഉണ്ടല്ലോ, അത് 50% ഇടിയുമ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്ത്. ആ ഒരു സംഭവം എന്തായി? വളരെ ഫാസ്റ്റായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് കയറി. ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അടുത്തെത്തുമ്പോൾ 40% ഇൻവെസ്റ്റ് ചെയ്ത് ആ സ്ഥലത്തെത്തുമ്പോൾ ഇത് നല്ല പ്രോഫിറ്റിലായിരിക്കും. കൊടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം, ക്യാഷ് സൂക്ഷിക്കുക. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, മാർക്കറ്റിൽ ക്രാഷ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ക്രാഷ് ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാഷ് ആവശ്യമുണ്ട്. ആ ക്യാഷ് ലിക്വിഡ് ഫണ്ടിലോ മറ്റോ കീപ്പ് ചെയ്യുക. ഞാനങ്ങനെ കീപ്പ് ചെയ്തിട്ടുണ്ട്, അത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ കറക്ഷൻ ഉണ്ടായാൽ നല്ലതായിരിക്കും എന്നുള്ള ഫീല് വരും. ഈ പറയുന്ന 50% മുകളിലൊന്നും കറക്ഷൻ വരാനുള്ള സാധ്യത ഇല്ല. അഥവാ അങ്ങനെ വന്നാൽ പോലും വളരെ ഫാസ്റ്റായിട്ട് ഇത് റിക്കവറി ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനും സാധിക്കും. ഞാൻ പലപ്പോഴും പ്ലെഡ്ജ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പ്ലെഡ്ജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് കിട്ടും. ഇപ്പോൾ അസറ്റ് പ്ലസ്, ഫണ്ട്സ് പ്ലസ് ആർ, ഏഞ്ചൽ വൺ, ഇവിടെയൊക്കെ ഇതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്ലയൻസ് ആണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ തന്നെ അങ്ങനെ പ്ലെഡ്ജ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ബിസിനസ്സായിട്ട് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ബിസിനസ്സിന് നമ്മൾ ലോൺ എടുക്കില്ലേ, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? എത്രയോ പേര് ഭീകര സംഖ്യകൾ ലോൺ എടുത്തിട്ട് ഒട്ടും അറിയില്ലാത്ത ബിസിനസ് ചെയ്തിട്ട് എത്ര ബിസിനസ്സാണ് പൂട്ടിപ്പോകുന്നത്. അപ്പം നല്ല നല്ല ഓപ്പർച്യൂണിറ്റികളുള്ള ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് ലോൺ എടുത്തു കഴിഞ്ഞാൽ അതൊരു തെറ്റല്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ച് നിങ്ങൾ ലോൺ എടുക്കണം എന്നൊന്നും അല്ല കേട്ടോ പറയുന്നത്. അപ്പോൾ ആരും ലോൺ എടുത്ത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ക്യാഷ് കളയരുത്. നല്ല നല്ല മ്യൂച്വൽ ഫണ്ടുകൾ, ഈവൻ നല്ല നല്ല കമ്പനികൾ പോലും ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഞാൻ ETF പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിഫ്റ്റി ബീസ് എന്ന് പറഞ്ഞാൽ നിപ്പോൺ ഇന്ത്യയുടെയാണ്. അതുമാത്രമല്ല മിറയുടെ എസറ്റിൻ്റെയോ HDFCയുടെയോ അങ്ങനെ നിഫ്റ്റി 50 ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല നല്ല മ്യൂച്വൽ ഫണ്ടുകൾ, ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ഇതൊക്കെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. സ്മോൾ ക്യാപ്പ് ഇത് പ്രിഫർ ചെയ്യുന്നില്ല. എസ്പെഷ്യലി ലാർജ് പ്ലസ് മിഡ് ക്യാപ്പാണ് പ്രിഫർ ചെയ്യുന്നത്, അല്ലെ ഫ്ലെക്സി ക്യാപ്പ്, അങ്ങനെയുള്ള ഫണ്ടുകളാണ്. അപ്പോൾ ഈ മാർക്കറ്റ് താഴേക്ക് പോകുമ്പം ലോൺ എടുത്ത് വരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് ഞാൻ പറയുകയാണ്, നമ്മുടെ മ്യൂച്വൽ ഫണ്ടൊക്കെ പ്ലെഡ്ജ് ചെയ്തെടുക്കാൻ പറ്റും, സ്റ്റോക്കുകൾ പ്ലെഡ്ജ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അത് ഇതുപോലുള്ള കറക്ഷൻസിൽ ചെയ്യുന്നത് വൈസായിട്ടുള്ള തീരുമാനമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇത് അറിയില്ലാത്തവർ ചെയ്യാൻ നിൽക്കണ്ട, കാരണം നമ്മൾ ഇടുന്നത് കറക്റ്റ് സ്ഥലത്തായിരിക്കണം. ഇനി 2011 യൂറോസോൺ ക്രൈസിസ് 6300 നിന്ന് 4500 വരെ മാർക്കറ്റ് താഴെ പോയി. ഈ ഫിഗറെല്ലാം കാണുമ്പോൾ ചിരി വരുന്നുണ്ടല്ലേ, കാരണം ഇപ്പോൾ 26,000, 25,000, 24,000 ഒക്കെ നമ്മൾ കാണുന്നത്. ഇതെന്ത് ചെറിയ ഫിഗറാണ്. 22% മാർക്കറ്റ് താഴെ പോയിട്ടുള്ളത്. 5 മാസമാണ് ആ ഒരു കറക്ഷന് പിടിച്ച സമയം. അതുപോലെ 2015-16 ചൈന സ്ലോ ഡൗൺ ആയിട്ട് മാർക്കറ്റ് താഴെ പോയി. ഇപ്പം ചൈന നമ്മുടെ ശത്രുരാജ്യം ചൈന ഇപ്പം പിന്നെ കൂട്ടുകാരായി വരുന്നുണ്ട്. എന്നാൽ പോലും ആ സാധനം താഴെ പോയാലും ഇന്ത്യൻ മാർക്കറ്റിന് കിടക്കപ്പുറത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ്. 9,100 നിന്ന് 6,800 മാർക്കറ്റ് താഴെ പോയി. 25% കറക്ഷൻ 7 മാസം. NBFC കറക്ഷൻ 2018 11,760 നിന്ന് 10,000 മാർക്കറ്റ് താഴേക്ക് പോയി. 15% കറക്ഷൻ 3 മാസം. 2020 കോവിഡ് 12,400, അവിടെ നിന്ന് 7,500 മാർക്കറ്റ് താഴേക്ക് പോയി. 38% കറക്ഷൻ. എത്ര നാൾ? 2 മാസം. ആ ചാർട്ട് നോക്കിയാൽ അറിയാം. കാരണം ആ കോവിഡിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ എന്താ സംഭവിക്കുന്നത്, ഇതാണ് മാർക്കറ്റ് അവസാനിച്ചു. കാരണം ഇങ്ങനെ ഒരു രോഗം കണ്ടിട്ടില്ല. അപ്പോൾ ശരിക്കും പേഴ്സണലി ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കോവിഡ് എന്ന് പറയുന്ന സാധനം ഞാൻ ഓർത്തു അതൊരു ലോകം മൊത്തം അവസാനിക്കാൻ പോവാണ്, ഇനി നമ്മളില്ല, അങ്ങനെ വിചാരിച്ച സംഭവമാണ്. ആ കറക്ഷനാണ് ഏറ്റവും കുറച്ച് നാൾ നീണ്ടു നിന്നത്. ഈ ലിസ്റ്റ് നോക്കിയാൽ അറിയാം, ഏറ്റവും കുറച്ച് നാൾ നീണ്ടു നിന്ന കറക്ഷനാണ് ആ കോവിഡിൻ്റെ കറക്ഷൻ. അത് 2 മാസമാണ് നീണ്ടു നിന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് അതിൻ്റെ ഹൈയിൽ പോയെന്നല്ല, മാർക്കറ്റ് അവിടെ നിന്ന് റിക്കവറി സ്റ്റാർട്ട് ചെയ്തു. 2022 ഇൻഫ്ലേഷനും റേറ്റ് ഹൈക്കും കൊണ്ട് മാർക്കറ്റ് 18,600 നിന്ന് 15,200 കൂപ്പ് കുത്തി. 18% കറക്ഷൻ.
5 മാസമാണ് ഈ കറക്ഷൻ നിന്നത്. അപ്പോൾ ഏകദേശം കറക്ഷൻ്റെ ഒരു സംഭവമൊക്കെ കണ്ടല്ലോ. ഇവിടെ ഏറ്റവും വലിയൊരു കറക്ഷൻ നമ്മൾ കണ്ടിരിക്കുന്നത് 12 മുതൽ 18 മാസം വരെ എന്ന ടൈം കറക്ഷനാണ് ഞാൻ പറഞ്ഞത്. അത്രയും നാൾ നിന്ന ടൈം കറക്ഷനാണ്. 52% വലിയ കറക്ഷനും വന്നു. ഇപ്രാവശ്യവും മാർക്കറ്റ് പുതിയ ഹൈ 18 മാസമായിട്ടും ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളിപ്പോൾ കാണുന്ന കറക്ഷൻ വളരെ ചെറിയ കറക്ഷനാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആണ് മാർക്കറ്റ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ബുൾ മാർക്കറ്റിൽ കറക്ഷൻസൊക്കെ നോർമലാണ്, ഹെൽത്തിയാണ്. ഭീകരമായിട്ടുള്ള കറക്ഷൻസ് ഒരു പുതിയ ഹൈയിലേക്കാണ് നോർമലി നയിക്കുക. അതായത് ഒരു പുതിയ ഹൈ എപ്പോഴും മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വലിയ കറക്ഷന് ശേഷമായിരിക്കും. അവിടുന്ന് റിക്കവറി പിന്നെ ഫാസ്റ്റായിട്ടായിരിക്കും പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുക. അത് ആ കറക്ഷൻസ് ചെക്ക് ചെയ്താൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് എടുത്തേക്കുന്നത് ഈ 2008 ക്രാഷ് തന്നെയാണ്. 58% നിഫ്റ്റി കറക്റ്റ് ചെയ്തിട്ട് 2500 നിന്ന് 26,000 മുകളിലേക്ക് നിഫ്റ്റി പോയത് നമ്മൾ കണ്ടു. എത്ര 2008 മുതൽ 2026 വരെ, ശരിക്കും 2024 സെപ്റ്റംബറിൽ 26,300 അല്ലെങ്കിൽ 26,277 അതാണ് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എവർ ഹൈ. 26,200 270. അത് കഴിഞ്ഞ ഒരു ദിവസം ജസ്റ്റ് മുകളിലേക്ക് പോയായിരുന്നു കേട്ടോ. അപ്പോൾ എക്സാക്റ്റ് ഹൈ നോക്കിയതിലും കുറച്ച് മുകളിലായിരിക്കും, ഞാൻ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്. അല്ലെങ്കിൽ 26,300 കൂട്ടിക്കോളൂ. അത് 2500 നിന്നാണ് നമ്മുടെ മാർക്കറ്റ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ 2500 നിക്ഷേപിച്ച ആൾ രക്ഷപ്പെട്ടു അല്ലേ. ഇനി നിഫ്റ്റിയുടെ കറക്ഷൻസിൽ 1 ലക്ഷം രൂപ നിക്ഷേപിച്ച ആളുടെ അവസ്ഥ, അല്ലെങ്കിൽ അദ്ദേഹം എന്തേരം വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, എത്രത്തോളം റിട്ടേൺ കിട്ടിയിട്ടുണ്ടാവും നമുക്ക് നോക്കാം. എല്ലാ മേജർ കറക്ഷനിലും 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്ററിൻ്റെ അവസ്ഥ. ഇപ്പോൾ 2008 ഗ്ലോബൽ ക്രൈസിസിൽ അപ്രോക്സിമേറ്റ്ലി ബോട്ടം എന്ന് പറയുന്നത് 2500 ഒരു കാര്യം ഞാൻ പറയാം, എക്സാക്റ്റ് ബോട്ടം ഏതാണ് എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന 1000 പോയിൻ്റ് കിട്ടിയപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. എക്സാക്റ്റ് ബോട്ടം അറിയത്തില്ല. അപ്പോൾ ഇത് 2500 വരെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 2021 അതായത് ഇത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള പീക്ക് 18,600 2021 ആ പീക്ക് വന്നിട്ടുള്ളത്. ആ സമയമാകുമ്പോൾ 7.4 ലക്ഷം രൂപയാവും 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക്. അത് കഴിഞ്ഞിട്ട് നിഫ്റ്റി മുകളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഹൈ ആണ് പറയുന്നത്. 2011 കറക്ഷൻ 4,500 ഏകദേശം പോയിരിക്കുന്ന ബോട്ടം. അവിടെ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ഈ പറയുന്ന പോലെ 2021 തന്നെ 18,600 മാർക്കറ്റ് പോയപ്പോൾ അവിടെ 4 ലക്ഷത്തിന് മുകളിൽ റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അതായത് ആ 1 ലക്ഷം 4 ലക്ഷം ആയി എന്നർത്ഥം. 2016 6,800 പോയിരിക്കുന്ന ബോട്ടം. വീണ്ടും സെയിം ഹൈ തന്നെയാണ് 18,600 2021. ആ 1 ലക്ഷം 2.7 ലാക്സ് ആയിട്ട് മാറി. 2020 കോവിഡ് ക്രാഷ് 7,500 മാർക്കറ്റ് പോയിരിക്കുന്ന ബോട്ടം. അത് 2024 22,000 മുകളിലേക്ക് പോയി. ആ 1 ലക്ഷം രൂപ 3 ലക്ഷം രൂപയായിട്ട് മാറി. അതായത് 2000 to 2024 4 വർഷം കൊണ്ട് ബിഗർ റിട്ടേൺ അല്ലേ. അതായത് കറക്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്ററാണ് കറക്റ്റ് ഇൻവെസ്റ്റർ. 2022 കറക്ഷൻ 15,200 വരെ മാർക്കറ്റ് പോയി. അവിടുന്ന് 2024 25 26,000 പ്ലസിലേക്ക് പോയി. 26,000 പ്ലസ്, അതായത് ഓൾമോസ്റ്റ് 2 to 3 ഇയേഴ്സ് കൊണ്ട് 1 ലക്ഷം രൂപ 1.7 ലാക്സ് ആയിട്ട് മാറി. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കണ്ടിട്ടുള്ള കറക്ഷൻസ്, അതായത് മേജർ കറക്ഷൻസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ 10% മുകളിലുള്ള കറക്ഷൻസ് 20 പ്രാവശ്യം നിഫ്റ്റിയിൽ സംഭവിച്ചു. എന്നിട്ട് നിഫ്റ്റിയുടെ ട്രെൻഡ് എന്താ? ആ ചാർട്ട് നോക്കി അറിയാൻ പറ്റും എന്താണ് ട്രെൻഡ്. നിഫ്റ്റി അപ് ട്രെൻഡിലാണ്. ഞാൻ ആ ചാർട്ട് കാണിക്കാം കേട്ടോ. ഇപ്പോൾ സ്ക്രീനിൽ ആ ചാർട്ട് കൊടുക്കാം, മന്ത്ലി ചാർട്ട് കൊടുക്കാം. കഴിഞ്ഞ 25 വർഷമായിട്ട് നിഫ്റ്റിയിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കറക്ഷൻസും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എന്തെങ്കിലും സംശയമുണ്ടോ? ആ കറക്ഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ പെട്ടുപോയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അവരാണ് ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ കറക്ഷൻസിൽ SIP സ്റ്റോപ്പ് ചെയ്യാതിരുന്നവർ പെട്ടുപോയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. സോ ഇപ്പോൾ നമ്മൾ കണ്ടത് പേഴ്സൻറ്റേജ് വൈസുള്ള വലിയ കറക്ഷൻ അല്ല, മറിച്ച് ടൈം കറക്ഷനാണ്. സമയം കൂടുതലെടുത്ത് നീണ്ടു നിൽക്കുന്ന ചെറിയ കറക്ഷൻ, മൈനർ കറക്ഷൻ. ഈ കറക്ഷൻസിൽ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാം വിറ്റ് ഓടിയിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നതാണോ? അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വിറ്റിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നതാണോ കറക്റ്റായിട്ടുള്ള തീരുമാനം? ഒരിക്കലുമല്ല. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ വിറ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ മാർക്കറ്റിൽ കാണില്ല. അതായത് പിന്നെ നമ്മൾ മാർക്കറ്റ് നോക്കില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഉണ്ടെങ്കിലേ നമ്മൾ ഇതിലേക്ക് നോക്കുകയുള്ളൂ. സോ മാർക്കറ്റിൻ്റെ പാസ്റ്റ് കറക്ഷൻസും അതിൻ്റെ റിക്കവറിയും എങ്ങനെയായിരുന്നു എന്ന് അറിയില്ലാത്തവരാണ് ഈ മാർക്കറ്റിൽ പാനിക്കാവുന്നത്. അല്ലാത്തവർ പാനിക്കാവില്ല. അവർ
ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. യുദ്ധത്തിനുള്ള കാരണങ്ങൾ ഞാൻ വിശദീകരിച്ചില്ലെങ്കിലും സമയക്കുറവ് കൊണ്ടാണ് വിശദീകരിക്കാത്തത്. നമ്മുടെ ഈ വീഡിയോൻ്റെ ലക്ഷ്യം ഈ കറക്ഷൻസും റിക്കവറിങ് ഒക്കെ കാണിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ യുദ്ധത്തിൻ്റെ ആ കാരണം എന്തായാലും അത് എത്രയും പെട്ടെന്ന് സോൾവ് ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത്രയും നാൾ നീണ്ടു നിന്ന ഈ ടൈം കറക്ഷൻ തീരാനുള്ള സാധ്യതയും, അതായത് പെട്ടെന്ന് തീരാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. കാരണം ഇത്രയും നാൾ ഇത് നിന്നു. എന്തായാലും എല്ലാ ഇൻവെസ്റ്റേഴ്സും പാനിക് ആകാതിരിക്കുക. മാർക്കറ്റിലെ കറക്ഷൻസിനെ സമചിത്തതയോടെ നേരിടുക, ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക. അങ്ങനെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.